ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കേൾക്കുന്ന ചില കാര്യങ്ങൾ നാം ഞെട്ടലോടെ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ വേദനിപ്പിക്കുന്നു. പലതും നടക്കുന്നു. ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ശ്രീ ശശി തരൂരുമുണ്ട്, ഞാനുമുണ്ട്. അപ്പോൾ നമ്മുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി. അവിടെ ഷൂ അഴിച്ചു വെച്ചാണ് അകത്തേക്ക് കടന്നത്. വലിയ ആദരവോടെയാണ് അകത്തേക്ക് കടന്നത്. ആ ഷൂ അഴിച്ചു വെച്ചുകൊണ്ടാണ് ബൈബിൾ അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത്? അത് കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന എനിക്ക് ദീപികയുടെ മുഖപ്രസംഗമാണ് ഓർമ്മ വന്നത്. ദീപികയ്ക്ക് എഴുതേണ്ടി വന്നു, എന്താണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതി എന്ന്, ഏത് തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്നത്. ആ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന സ്ഥിതി വരുന്നു. ഇവിടെ അരമനയിൽ കയറിയതുകൊണ്ടോ അവരുടെ മുന്നിൽ കേക്ക് വെച്ച് നീട്ടിയതുകൊണ്ടോ അത് ഇതിനൊന്നും പരിഹാരമല്ല എന്നവർ പലരും തുറന്നു പറയുന്ന സ്ഥിതി വന്നിരിക്കുന്നു. ദേവാലയത്തിൻ്റെ പവിത്രത എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാനൊരു കാര്യത്തിന് ദൃക്സാക്ഷിയായിരുന്നു. തലശ്ശേരി കലാപം നടന്ന് ആ കലാപത്തിന് ശേഷം EMS അവിടെ സന്ദർശിക്കുകയാണ്. കലാപത്തിൻ്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ട മട്ടാമ്പ്രം പള്ളി അവിടെ അദ്ദേഹം വന്നു. ഞങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലുള്ള ചെരുപ്പ് അഴിച്ചു വെച്ച് കയറാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെയുള്ള മുസ്ലിം വിഭാഗം ആകെ ഒറ്റക്കെട്ടായി പറയും, അയ്യോ അയക്കണ്ട, ഇതിനകത്ത് എല്ലാം ഷൂവിലിട്ട് നിരങ്ങിയതാണ്, എല്ലാം ഗ്ലാസും കാര്യം കേട്ട് പൊട്ടിക്കിടക്കുകയാണ്, പലതും ഇവിടെ തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഷൂ ഒന്നും അയക്കേണ്ട, ചെരുപ്പ് അയക്കേണ്ട കാര്യമില്ല, ഷൂ അല്ല ചെരുപ്പ് അയക്കേണ്ട കാര്യമില്ല എന്ന് അവരെല്ലാവരും കൂടി വിളിച്ചു പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ പടർന്നില്ല. ആ കലാപത്തെ തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഒതുക്കി നിർത്താൻ നമുക്ക് സാധിച്ചു. ജനങ്ങൾ തന്നെ ശക്തമായി ഇടപെടുന്ന സ്ഥിതി വന്നു. അതാണ് കേരളത്തിൻ്റെ ഒരു ശക്തി, കരുത്ത്. ആ കരുത്ത് ദുർബലമായാൽ എന്താകും? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ആ ചിന്ത ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഉത്തരവാദപ്പെട്ട ഏജൻസികളാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ ആ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്നതും ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്.